അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ ആ നല്ല അംശം തിരഞ്ഞെടുത്തു. യേശു കർത്താവാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും പലതിനെക്കുറിച്ചും വിചാരപ്പെട്ടിരിക്കുക. പക്ഷേ വചനത്തിൽ നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്കുള്ള മറുപടിയുണ്ട്. അതുകൊണ്ടാണ് ഒരു വലിയ ജനക്കൂട്ടം എപ്പോഴും യേശുവിൻ്റെ ചുറ്റും കൂടിക്കൊണ്ടിരുന്നത്. മറിയ സ്വസ്ഥയായിട്ടിരിക്കുകയാണ്. മറുവശത്ത് മാർത്ത നമ്മളെപ്പോലെ ടെൻഷൻ അടിക്കുന്ന ഒരാൾ. മറിയക്ക് കോൺഫിഡൻസ് ഉണ്ട്, ധൈര്യമുണ്ട്. എൻ്റെ കാര്യം എനിക്ക് വേണ്ടത് ഈ വചനത്തിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. യേശു കർത്താവ് പറഞ്ഞു, പറവകളെ നോക്കുവേൻ, നിങ്ങൾ പറക്കും നിങ്ങൾക്ക് വിചാരമില്ലെങ്കിൽ. വയലിലെ താമരയെ നോക്കുവേൻ, നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാകും, കോൺഫിഡൻസ് ഉണ്ടാകും നിങ്ങൾ വിചാരപ്പെട്ടില്ലെങ്കിൽ. അത് മനുഷ്യൻ്റെ മനസ്സിലും ശരീരത്തിലും ദൈവം വെച്ചിരിക്കുന്നൊരു വ്യവസ്ഥയാണ്. ഭയവും ടെൻഷനൊക്കെ അങ്ങ് മാറിയാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബഹുമാനം തോന്നും. നമ്മൾ നമ്മളെ മാനിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവർ നമ്മളെ മാനിക്കും. ഇപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ അപകർഷതാബോധമുള്ളവരായാൽ, ഭയപ്പെട്ടാൽ മറ്റുള്ളവർ എത്രയധികം. അതുകൊണ്ട് വചനത്തിലേക്ക് നോക്കാം, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാം. അവൻ്റെ മുഖപ്രകാശം നമ്മളെ സൗന്ദര്യമുള്ളവരാക്കും, നമുക്ക് വേണ്ടത് നൽകും, നമ്മളെ പറക്കുന്നവരാക്കും.